إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Yes. آمين. പിന്നെ ഈ 9 മണിക്ക് ഓക്കെ അല്ലേ? മുമ്പ് തുടങ്ങണോ അല്ലെങ്കിൽ ശേഷം തുടങ്ങിയാൽ മതിയോ? എപ്പോഴാണ് സമയം? അല്ല 9 മണിക്ക് ഓക്കെയാണ് സാർ. ഇതിനിപ്പോ ഡ്യൂട്ടിക്ക് പോകണ്ടേ? അതന്നെ. അപ്പം അതിനേക്കാൾ മുമ്പേ തുടങ്ങണോ? 9-നേക്കാൾ മുമ്പേ? അല്ല ഇതോ കറക്റ്റ് സമയം. ഓക്കെ ഓക്കെ ഓക്കെ. മാഷാ അല്ലാ. പിന്നെ നമുക്ക് 44-ാമത്തെ ആയത്. അതെ അതെ. അം തഹ്സബു അന്ന അക്സറഹും ഓതിക്കോളി. ഷെയ്ത്താനി കേട്ടാ. പിന്നെ ഷെയ്ത്താനി നൂനിന് കസർ ശരിക്കും വ്യക്തമായി കേൾക്കണം. أم تحسب أن أكثرهم يسمعون أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا لا سبيلا بل هم أضل سبيلا സീന് കനം വരണ്ട. സബീല എന്നാക്കിയാ സോ ആയിപ്പോ. സെബീല ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس ولو شاء لجعله ساكنا ثم جعلنا الشمس ولو شاء جعله ساكنا ثم جعلنا الشمس عليه دليلا ثم شد الله ميم അടിച്ചോ. ثم جعلنا الشمس عليه دليلا. അവിടെ ഷാഅന്റെ മധ്യേതാ? വലൗ ശാഅ ലജഅല. ഷാഅന്റെ മധ്യേതാ? മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തൊട്ടടുത്ത് ഹംസ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മദ്ദുൽ മുത്തസിൽ അല്ലേ? മദ്ദുൽ മുത്തസിൽ. ഇനി ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നു കഴിഞ്ഞാൽ മദ്ദുൽ മുൻഫസിൽ. ഇത് ഒരേ പദത്തിൽ ഹംസ വന്നാൽ മുത്തസിൽ, തൊട്ടടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസ വന്നാൽ മുൻഫസിൽ. പിന്നെ ഖബദ്നാഹു ضادന് ഖൽഖലത്തില്ല കേട്ടോ. ثم قبضناه إلينا قبضا يسيرا
كثيرا യെസ് وهو الذي جعل لكم الليل കേൾക്കുന്നില്ല. والنوم وهو الذي جعل لكم الليل لباسا والنوم سبا ഉറക്കെ ഓതിക്കോ. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا وجعل النهار نشورا yes وهو الذي أرسل الرياح بشرا بين يدي رحمة റഹ്മ എന്നല്ലല്ലോ, ബാത്ത അല്ല, റഹ്മതി, ബൈന യദൈ റഹ്മതി. കാരണം അവിടെ ഹാത്ത അല്ല ബാത്തായാണ്, അതുകൊണ്ട് ഉച്ചരിക്കണം. യെസ്. ബുഷ്റംബ, അവിടെ എന്താ നിയമം? ബുഷ്റംബ ഇദ്ഗാമല്ല, നേരെ നോക്കിയ ശേഷം എന്താ? തൻവീനു ശേഷം ബാ ആണ് വന്നത്, ബാ. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഒരു മീമെല്ലാം കണ്ടില്ല തൊട്ട് മുകളില്? ഇഖ്ലാബ് ചെയ്യണം. തൻവീനു ശേഷം ബാ. ഇഖ്ലാബിന് ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ, ബാ മാത്രം. ഇഖ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻവീനിനെ മീമാക്കി മറിച്ചിട്ട് മണിച്ചിട്ട് ഓതണം. അവിടെ കണ്ടില്ലേ തൻവീൻ്റെ സ്ഥാനത്ത് ഒരു ഫത്ഹും ഒരു മീമും ഇട്ട് കൊടുത്തിട്ടുള്ള വാൽമാക്രി മീമ കണ്ടില്ലേ മുകളില്? ഒരു വാല് താത്തിയിട്ടുള്ള മീമ്, അത് ഇഖ്ലാബിൻ്റെ അടയാളാണ്. ഏത് തൻവീനാണെങ്കിലും ഫത്തഹിൻ്റെ തൻവീനാണെങ്കിൽ ഒരു ഫത്ഹും ഒരു മീമും ഇട്ട് കൊടുക്കും. കസറിൻ്റെ തൻവീനാണെങ്കിൽ ഒരു കസർ ഒരു മീം ഇട്ട് കൊടുക്കും. ലമ്മിൻ്റെ തൻവീനാണെങ്കിൽ ഒരു ലമ്മ് ഒരു മീം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നത്, തൻവീനിനെ മീമാക്കി മറിക്കണം എന്ന് സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ബുഷ്റംബ അല്ലേ, തൻവീന് മീമാകുന്നു. നോക്ക്, ബുഷ്റംബ മുഷ്റം, ബുഷ്റംബ ബുഷ്റം മീമായി. ബുഷ്റം ബൈന യദൈ റഹ്മതി. ബുഷ്റന്നല്ല, ബുഷ്റ. ബുഷ്റം ബൈന യദൈ റഹ്മതി. بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا وأنزلنا من السماء ماء طهورا. രണ്ട് മുത്തസിലായ മദ്ദുണ്ട്. അതെ, وأنزلنا من السماء ماء طهورا. Yes. രണ്ട് യാ ഉണ്ട് അവിടെ, രണ്ട് യാ ഉണ്ട്. ലിനുഹിയ ബിഹി ബൽദതൻ മൈത. രണ്ട് യാ ഉണ്ട്. ലിനുഹിയ ബിഹി, ലിനുഹിയ ബിഹി എന്നല്ല, ലിനുഹിയ ബിഹി എന്ന് പറഞ്ഞാൽ ഒരു യാഗ് മാത്രമേ ആയിട്ടുള്ളൂ. ഒരു കുട്ടി യാഗ് തുടക്കത്തിലുണ്ട്, അതിന് ശേഷമാണ് വലിയ യാഗ്. അപ്പൊ ലിനുഹിയ, ആദ്യത്തെ ഒരു കസർ കണ്ടില്ലേ ഹായിന് ശേഷം? ആ കസറിന്റെ മോളൊരു കുട്ടിയാകെ കണ്ടില്ലേ? അയ്യോ, സറഫിനാഹു എന്ന് വേണ്ട. സറഫിനാഹു എന്ന് പറഞ്ഞാൽ കൽക്കലത്ത് ഫായിന് കൊടുക്കലായി. നമ്മൾ ഫായിന് കൽക്കലത്തില്ലല്ലോ, 5 അക്ഷരങ്ങൾക്ക് മാത്രം. ഖാഫ്, ഖാ, ബാ, ജീം, ദാൽ. ചുരുക്കി പറഞ്ഞാൽ ഖുത്ബജദ്, ഖുത്ബജദ്. ഈ 5 അക്ഷരങ്ങൾക്ക് മാത്രമാണ് സുക്കൂൻ വരുമ്പോൾ എന്തുള്ളത്? പ്രഷർ, പിന്നെ സമ്മർദ്ദം കൊടുക്കാനുള്ളൂ. സറഫ്നാഹു, സറഫ് എന്നാക്കണ്ട, സറഫ്നാഹു. ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا.
فأبى أكثر الناس إلا كفورا. فأبى أكثر الناس إلا كفورا. فأبى أكثر അവിടെയുള്ള നിയമം എന്താ? അയ്യോ പറഞ്ഞോ. അവിടെ മുത്തശ്ശരാണ് വരുന്നത് കൊണ്ട് എന്താണ് അവിടെ അന്ത് വരുന്ന പോലെ മദ് മുത്തശ്ശില വരുന്നു. ഹംസ എവിടെ വരുന്നത്? അതേ പദത്തിലാണോ തൊട്ടടുത്ത പദത്തിലാണോ ഹംസ ഉള്ളത്? തൊട്ടടുത്ത പദത്തിൽ. അപ്പൊ പിന്നെ മുത്തസിലാകുന്ന എങ്ങനെ? മുൻഫസിൽ. യെസ്, അതെ അതെ. لبعثنا ولو شئنا لبعثنا. شيختي ولو شئنا لبعثنا في كل قرية. بعثنا എന്നല്ല, ലബഅസ്ന. അവിടെയും സായിന് സുക്കൂനുള്ള സായിന് ഖൽഖലത്ത് കൊടുക്കരുത്. ലബഅസ്ന ലബഅസ്ന എന്ന് വേണ്ട. ലബഅസ്ന ബഅസ്ന في كل قرية نذيرا. في كل قرية نذيرا. في كل قرية نذيرا. അവിടെ എന്താ നിയമം? ഖറിയത്തിന്ന തൻവീൻ ശേഷം നൂന്. ബിലാഗുന്നയാ മണിക്കുന്നില്ലേ? നമ്മളാ നിയമങ്ങളൊക്കെ ഒന്ന് പൊടിയിട്ട് എടുക്കണം. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന തൻവീൻ ശേഷം നൂന് അല്ലെ 4 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഇദ്ഗാം ബിഗുന്ന ആവുന്നത്. അതിനെ ചുരുക്കി പറയാം. നൗമി എന്ന ഒരു ട്രിക്കിംഗ് വേർഡിലേക്ക് ചുരുക്കി പറയാം, നമുക്കൊരു ഓർമ്മിക്കാനുള്ള വാക്കായിട്ട്. നൂന് വാവ് മീമ് യ, ഇത് നൂനാണ്. തൻവീൻ ശേഷം നൂന് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന. ചേർത്തിട്ട് മണിച്ചിട്ട് ഓതണം. ചേർത്തിട്ട് മണിച്ചിട്ട് ഓതണം. ഖറിയത്തിന്ന. പിന്നെ യെസ്. تطيعي فلا تطع الكافرين. فلا تطع الكافرين وجاهدهم به جهادا كبيرا. ഒന്നും കൂടെ. വജാഹിദുഹും ബി അവിടെ സാക്കിന മീമിനെ ശബാവ് എന്നുകൊണ്ട് മണിക്കണം. ജിഹാദക അവിടെ ഇഖ്ഫാ ചെയ്യണം. എവിടെ കൽക്കലത്തിന്റെ അക്ഷരം? ദാലുണ്ട്. ദാല് കൽക്കലത്തിൽ പെട്ട തന്നെ. ദാലുണ്ടല്ലോ. അപ്പൊ വജാഹിദുഹും. പിന്നെ അതേപോലെ മണിക്കണം. ഹുംബി. കബീറ എന്ന് വേണ്ട. കബീറ. ജിഹാദൻ കബീറ. وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا. എല്ലാം പിന്നെ ഇൽഹാർ പോലെ ആയിട്ട് പോകുന്നുണ്ട്. ഒന്നും കൂടെ മണിക്കാനുള്ള മണിച്ചോ. وهو الذي مرج البحرين هذا. وهو الذي مرج البحرين مرج البحرين هذا عذب فرات وهذا ملج أجاج. ملج لا، وهذا ملح أجاج. وهذا ملح أجاج. وهذا ملح أجاج. അവിടെ എന്താ? തൻവീൻ ശേഷം ഹംസ വന്നാൽ എന്ത് ചെയ്യണം? മിൽഹുൻ.
ഇൽഹാർ. യെസ്, തൻവീനെ ഹംസു വന്നു കഴിഞ്ഞാൽ ഇൽഹാർ. ആ ഇൽഹാറിൻ്റെ ചിഹ്നമായ തൻവീൻ്റെ ചിഹ്നം കണ്ടില്ലേ? ഒരു ലമ്മും മുകളിലൊരു തൊപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വഹാദാ മിൽഹുൻ ഉജാജ്. وهذا ملح أجاج وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا. برزخا എന്നല്ല, ബർസഖോ. ഖോ ഖീ ഖൂ അഖ് ഖോ ബർസഖോ. برزخا وحجرا محجورا. യെസ്, രണ്ട് കടലുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് കടലുകൾ സംഗമിക്കുന്ന ഭൂമിയിൽ രണ്ട് കടലുകൾ ചേരില്ല, രണ്ടും വേറിട്ട് നിൽക്കും. മനസ്സിലായില്ലേ? പലപ്പോഴും രണ്ട് കടലോ രണ്ട് ജലാശയങ്ങളൊക്കെ ചേരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ കടലും പുഴയൊക്കെ ചേരുന്ന സമയത്ത് ആ ചേരുന്ന സ്ഥലം വേറിട്ട് നിൽക്കും. ഒന്ന് ഉപ്പുവെള്ളമായിരിക്കും, മറ്റൊന്ന് ശുദ്ധമായ ജലമായിരിക്കും, അല്ലേ? അപ്പോൾ രണ്ടും വേറിട്ട് നിൽക്കും. അപ്പം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണെന്നാണ് പറയുന്നത്. രണ്ടും കൂടിച്ചേരാതെ, രണ്ടും വെള്ളമാണെങ്കിലും ഒന്ന് ഉപ്പുവെള്ളവും കടലിലെ ഉപ്പുവെള്ളവും മറ്റൊന്ന് പുഴയിലെ ശുദ്ധജലവും രണ്ടും കൂടിച്ചേരാതെ വേറിട്ട് നിൽക്കുന്നു. ഒരു ബാരിയർ അതിനിടയിൽ. പിന്നെ فجعله نسبا وصهرا. صهرا صاد. فجعله نسبا وصهرا. صاد نسبا وصهرا. نسبا وصهرا. وكان ربك قديرا. وكان ربك قديرا. كان ربك قديرا. റബ്ബുക കാഫ് കനമില്ലാത്തത്, കാറ്റ് പുറത്തു വരുന്നത്. ഖാഫ് കനമുള്ളത്, കാറ്റ് വരാത്തത്. അപ്പോൾ അങ്ങനെ തന്നെ ഓർക്കും. റബ്ബുക ഖദീറാ. റബ്ബുക എന്നാകുന്നുണ്ട്. റബ്ബുക. വകാന റബ്ബുക റബ്ബുക റബ്ബുക. വകാന റബ്ബുക ഖദീറാ. യെസ്. ഈ ആയത്ത് പിന്നെ ഈ ആയത്ത് ജിമാഇന് ശേഷം ഓതലല്ല, മനസ്സിൽ കരുതൽ സുന്നത്താണ്. ഇതിൻ്റെ ആശയം മനസ്സിലായില്ലേ? മനുഷ്യൻ അല്ലാഹു എന്താണ് ഇന്ദ്രിയത്തുള്ളിൽ നിന്നും സൃഷ്ടിച്ചു, എന്നിട്ടോ വ്യത്യസ്തമായ കുടുംബങ്ങളാക്കി ജീവിതങ്ങളാക്കി തീർത്തു എന്നുള്ള ഇതിൻ്റെ അർത്ഥം കുറിക്കുന്ന ആയത്താണ്. അത് മനസ്സിൽ ഇതിൻ്റെ ആശയം ഈ ആയത്ത് കൊണ്ടുവരിക എന്നുള്ള സുന്നത്താണ്. പിന്നെ വയഅ്ബുദൂന ويعبدون من دون الله ما لا ينفعهم ولا يضرهم. യെസ്. وكان الكافر. അവിടെ അങ്ങനെ തന്നെ കാന, കനം കുറഞ്ഞ കാന. വകാനൽ കാഫിറു. വകാനൽ കാഫിറു. وكان الكافر على ربه ظهيرا. ظهيرا. را. ظهيرا. حسبك حسبك أحسنت مبروك إن شاء الله. പിന്നെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹയാത്തുൽ ഔലിയ എന്തായി അവിടെ? സെറ്റായാ? ഇവിടെ ഒരു പ്രൊജക്ടിന്റെ ഇതായിരുന്നു, അത് കഴിഞ്ഞു. മറ്റേ ശരിയാക്കി തന്നവര്? ശരിയായിട്ടില്ലല്ലോ. വിസ ആയില്ല, ഒന്നും ആയില്ല. ഇങ്ങനെ ഇട്ട് നീട്ടി വലിപ്പിക്കുന്നല്ലേ? അങ്ങനെ വിളിപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. രണ്ടാമത് തുടങ്ങിയല്ലേ അവരെ ഭ്രാന്ത്? രണ്ടാമത് തുടങ്ങി. പിന്നെ ആയുധെല്ലാം തീർന്നുകൊണ്ട് നിർത്തിവെച്ചിട്ടാണെന്നില്ല. അതന്നെ, അവൻ്റെ ഭ്രാന്ത് തീരുന്നില്ല. ഈഗോ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല ട്രംപിനിക്ക് നിർത്തുമ്പോൾ തോറ്റു എന്നൊരു ഫീൽ വരുമ്പോൾ പിന്നെയും തുടങ്ങുന്നു. തോറ്റു എന്നുള്ള ഫീൽ വന്ന ആൾക്കാരും ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? വീണ്ടും ഇത്ര കോടികൾ നഷ്ടപ്പെട്ടു. ഇല്ലാത്ത അവസ്ഥ.
സൗദിയായിട്ട് എന്തോ ഒരു ന്യൂക്ലിയർ കരാറിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞ് അമേരിക്ക. ട്രംപ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിനാ, അല്ലെങ്കിൽ MBS അങ്ങോട്ടേക്ക് പോയതാ? ആദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്നേരത്തില് ഓടിന്റെ ഒക്കെ കരാറ് ഒപ്പിട്ടതല്ല ട്രംപ് അല്ലേ സൗദിയായിട്ട്? അന്നേരം തന്നെ ഇതായിരുന്നു അവര് ഒരു ധാരണ കേട്ടണം, സിവിലിയൻ പർപ്പസിന് വേണ്ടി ന്യൂക്ലിയർ അനുവദിക്കുന്നതെന്ന്. പക്ഷെ അത് ഇസ്രായേൽ ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. വെസ്റ്റ് ഏഷ്യയിൽ ന്യൂക്ലിയർ പവറായിട്ട് നമ്മൾ മാത്രം മതി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതാണല്ല പിന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനുള്ള കാരണം. ഇസ്രായേലിന്റെ പദ്ധതി അങ്ങനെ തന്നെയാണല്ലോ. സൗദിന്റെ പകുതിയും അവര് പിടിച്ചെടുക്കണമെന്നുള്ളതാണല്ലോ അവരുടെ മാപ്പിലുള്ള. ഇസ്രായേലിന്റെ മാപ്പിലുള്ളത്. തന്നെ ഇപ്പോ എന്നിട്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا مبشرا ونذيرا قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا من أجر إلا من شاء أن يتخذ إلى ربه سبيلا. നമ്മള് സബീല എന്ന് വേണ്ട സബീല, സബീല എന്ന് വേണ്ട സബീല. ഈ അക്ഷരങ്ങളൊക്കെ, ഈ കനമില്ലാത്ത അക്ഷരങ്ങളൊക്കെ ചെറിയൊരു ചെരിവ് വരും. ഈ കനമില്ലായ്മ എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു ചെരിവാണ്. അപ്പോൾ നേരത്തെ ഈ കബീറ സബീല എന്നൊക്കെ ഓതുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ രൂപം ആകുന്നില്ല, കനമില്ലായ്മ ആകുന്നില്ല. കനമില്ലായ്മ വരുന്ന സമയത്ത് ചെറിയൊരു ചെരിവ്. ചെറിയ ചെരിവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലേശം ഒരു 10 ഡിഗ്രി അതിൻ്റെ ചെരിവ് അത്ര തന്നെ. അപ്പോൾ കെ അല്ലെ, കബീറ സബീല ആ രൂപത്തിൽ വരും. കബീറ കബീറ സബീല എന്നാവര്. സബീല നമ്മൾ പറയുമ്പോൾ കിട്ടുമല്ലോ. സീൻ അല്ലെ, സീസു എന്നാ പറയുക. നമ്മൾ സാന്നല്ല പറയുന്നത്. പിന്നെ സീസു അപ്പോൾ ചെറിയൊരു വളവ് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. വളക്കണമെന്നല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വളയണം. പിന്നെ അവിടെ കനമുള്ള അക്ഷരമാണ് ഖ. അപ്പോൾ ഖ എന്നാവുണ്ട്. ഖ കനമുള്ള അക്ഷരങ്ങൾക്ക് ശരിക്കും ഫത്ഹ തന്നെ വരും. ഖബീറ. കനമുള്ളതും കനമില്ലാത്തതും ഒരു ചാർട്ടായിട്ട് കിട്ടുക. ഞാൻ അയച്ചില്ലല്ലോ, അയച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂടെ ആക്കാം. കനമുള്ള അക്ഷരങ്ങൾ എപ്പോഴും പെർമനന്റ് ആയിട്ട് കനമുള്ള അക്ഷരങ്ങൾ 7 നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഹ, സാദ്, ബാദ്, ഗൈന്, ഖാ, ഖാഫ്, ബാ. ഈ 7 അക്ഷരങ്ങളാണ് പെർമനന്റ് ആയിട്ട് കനമുള്ളത്. പിന്നെ ഒക്കേഷണലി കനം വരുന്നതാണ് ലാമും റാവും. ചില സമയങ്ങൾ കനമുള്ളതും ചില സമയങ്ങൾ കനമില്ലാത്തതും. ലാമിന് കനം വരുന്ന ഒറ്റ സാഹചര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴും ലാമിന് കനം വരുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. എപ്പോ? ജലാലത്തിന്റെ ഇസ്മ ആകുമ്പോൾ മാത്രല്ല. ജലാലത്തിന്റെ ഇസ്മില് കനമില്ലാതെ ബിസ്മില്ലാഹി കനം വന്നാ. ജലാലത്തിന്റെ ഇസ്മ അല്ല, അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ അല്ലെങ്കിൽ ജലാലത്തിന്റെ നാമത്തിന്റെ തൊട്ട് മുമ്പ് ഫത്ഹോ ലമ്മോ വരുമ്പോൾ മാത്രമാണ് ലാമ് കനമാകുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ലാമ് നിർത്തും. ഇൻക്ലൂഡിങ് കസ്ർ വരുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ ലാമ് നിർത്തിയിട്ടാണ്. ജലാലത്തിന്റെ ഇസ്മിന് തൊട്ട് മുമ്പ് ഫത്ഹോ ലമ്മോ വരുമ്പോൾ മാത്രമാണ് കനം വരുന്നത്. ഇന്നല്ലാഹ കാന അല്ലാഹു ഇദാ ജാഅ നസ്റുല്ലാഹി. ഓക്കെ. പിന്നെ റാവു അങ്ങനെ തന്നെ. റാവു ഫത്ഹ ലമ്മ് വലിയ കസ്ർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണല്ലോ. റാവിന് കസ്റുള്ള സമയത്ത് നിർക്കും, ഫത്ഹ ലമ്മുള്ള സമയത്ത് കനം വരും. ഇനി സുക്കൂനുള്ളതാണെങ്കിൽ തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കണം, അതിൻ്റെ ഹർക്കത്ത് നോക്കിയിട്ട് തീരുമാനാക്കും.
പിന്നെ 7 അക്ഷരം അല്ലാണ്ട് സ്ഥിരമായിട്ടുള്ള 7 അക്ഷരങ്ങൾ ഹാ സ്വാദ് സാദ് ഖാ സാദ് ളാദ് ഗൈന് ഖാ ളാദ് ഗൈന് ഖാ അതിന് പുള്ളിയുള്ള അതിനാ ആ ഗൈന് പുള്ളിയുള്ള ഗൈന് ഖാ അതേപോലെ പിന്നെ ത്വാ ത്വാ ത്വീ തു പിന്നെ ഖാഫ് ഖാ ഖീ ഖു പിന്നെ ത്വായിൻ്റെ മുകളിൽ പുള്ളിയുള്ള ളാ ളാ ളീ ളു ളാ ളീ ളു ഖുസ്സ ളഗ്തിൻ ഖിദ് നമ്മൾ കൂട്ടിയിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മൾ നൗമി എന്നെല്ലാം ഇദ്ഗാം ബിഗ്നൻ്റെ അക്ഷരം പഠിക്കുന്ന അതിൽ പഠിക്കാൻ പറ്റിയ രൂപം ഖുസ്സ ളഗ്തിൻ ഖിദ് പിന്നെ ളഗ്തിൻ ഖിദ് റോഫ്ഖാൻ മനസ്സിലായില്ലേ? അത് ക്ലിയറായി തന്നെ അത് നമ്മൾ പഠിക്കുന്നതല്ല മെയിനായിട്ട് ഓത്തിൽ അങ്ങനെ സിമ്പിളായിട്ട് വരണം. നോർമലി അത് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഓത്ത് ശരിയായി നിർത്തും. ഒരാളെ ഇസ്തിഅല ഇസ്തിഫാൽ അഥവാ കനമുണ്ടാവുക കനം നേർക്കുക എന്നുള്ള സംഭവം ശരിയായി കഴിഞ്ഞാൽ തന്നെ ഓത്ത് പെർഫെക്റ്റ് ആവും. വലിയ ടാസ്ക് ഇതാണ്. അടുത്തടുത്ത അക്ഷരങ്ങൾ വരുന്ന സമയത്ത് കനം പകരും, നേർക്കുന്ന രൂപം പകരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ പ്രശ്നമാണ്. പിന്നെ الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا. അത്ര നീട്ടണ്ട, ചെറിയ മദ്ദാണ്. നിർത്തുന്ന സമയത്ത് അസലിയായ മദ്ദിൻ്റെ അളവിൽ മാത്രം നിർത്തിയാൽ മതി. ഖറാന്നാക്കണ്ട, ഖബീറ الرحمن فاسأل به خبيرا. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. أنسجد لما تأمرنا وزادهم نفورا. യെസ്, നമ്മൾ പിന്നെ എന്താണ് അവിടെ ഉള്ളത്? തിലാവത്തിൻ്റെ സുജൂദ് അല്ലേ? തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്താണ് സൂറത്തുൽ ഫുർഖാനിൽ. ഖുറാനിൽ ടോട്ടൽ 14 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദുണ്ട്. അവിടെ അങ്ങനെ ആ ചിഹ്നം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒന്നിനിടയിൽ നമ്മൾ 14 സ്ഥലങ്ങളിലാണ് ഉള്ളത്. സൂറത്തുൽ ഹജ്ജിൽ 2 തവണയുണ്ട്. അങ്ങനെ അതിൻ്റെ സ്ഥിതി. പിന്നെ നമ്മൾ താലീമിന് വേണ്ടിയിട്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടി ഓതുന്ന സമയത്ത് പ്രശ്നമില്ല. പിന്നെ ഇത് ചെല്ലാൻ മാത്രം സമയമുണ്ടോ? പഠിക്കലും പഠിപ്പിക്കലും നടക്കില്ല. അല്ലാതെ നമ്മൾ ഖിറാഅത്ത് ഖത്മൊക്കെ തീർക്കുന്ന സമയത്ത് വുളു ഉണ്ടെങ്കിൽ സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം മുഅക്കദായ സുന്നത്താണ്. ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ്. തിലാവത്തിൻ്റെ സുജൂദ് അവർക്ക് വാജിബാണ്. അപ്പോൾ വുളു ഉണ്ടെങ്കിൽ നമുക്ക് മുഅക്കദായ സുന്നത്താണ്. വുളു ഇല്ലാതെ സുജൂദ് ചെയ്യൽ ഹറാമാണ്. അത് എല്ലാ സുജൂദ് അങ്ങനെ തന്നെ. സുജൂദ് എന്നുള്ളത് ഏറ്റവും അള്ളാഹുവിനോട് അടുക്കുന്ന അഖറബുമായ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം ബന്ധം കിട്ടുന്ന ഒരു സാഹചര്യം അത് സുജൂദിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ സുജൂദിന് വുളു നിർബന്ധമാണ്, മസ്റ്റ്. നമ്മൾ വുളു ഇല്ല, സുജൂദ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ തസ്ബീഹ് ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 3 തവണ ചൊല്ലിയാൽ മതി. അതിന് പകരം അത്തഹിയാത്തിന് പകരം സഹവിൻ്റെ സുജൂദ് ഉള്ള മാതിരി. പിന്നെ تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا
وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ഒന്നും കൂടെ. جعل الليل وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. وإذا خاطبهم നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നല്ലേ وإذا خاطبهم الجاهلون قالوا سلاما. ഇനി വിവരമില്ലാത്ത ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി വരും അല്ലേ, കുൽമാലാക്കാൻ വേണ്ടി മാത്രം ചില ആൾക്കാർ വരും. ഓരോട് വേഗം സലാം പറഞ്ഞിട്ട് പോകും. നിന്നോട് തർക്കിക്കാനും സംസാരിക്കാനും ഞാനില്ല എന്നുള്ളത് വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂൻ. യഥാർത്ഥ അടിമകളാകുന്ന സമയത്ത് സംസാരം ചുരുക്കുക എന്നുള്ളതല്ലേ, അനാവശ്യമായ സംസാരങ്ങൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കടമ. ഹദീസിലുണ്ടല്ലോ, എന്താണ്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. പറയുന്നെങ്കിൽ നന്മ മാത്രം പറയുക, നല്ലത് മാത്രം പറയുക, സത്യം മാത്രം പറയുക, അല്ലെങ്കിൽ മുണ്ടാതിരിക്കുക. അപ്പോൾ ഈ കുൽമാലാക്കം വരുന്ന ആളുകളോട് എന്ത് ചെയ്യുക? വേഗം സലാം പറഞ്ഞിട്ട് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നമ്മ ഈ പരിപാടിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അപ്പൊ എന്താണ് ഈ പ്രപഞ്ചം 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, അങ്ങനെയാണ്? 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനൊരു, നമുക്ക് എല്ലാത്തിനും ഒരു ടൈം, നമുക്ക് എന്താണ്, നമ്മളെ സൃഷ്ടികളൊക്കെയും സമയത്തിനെയും സ്ഥലത്തെയും ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയവും സ്ഥലവും പറയാതെ ബോധ്യപ്പെടില്ല, ഒരു കാര്യവും ബോധ്യപ്പെടില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു, നമ്മളെ ഭൗതികമായ 6 ദിവസത്തിൻ്റെ സമയം എടുത്തുകൊണ്ടാണ് ഭൂമിയെ സാവകാശം സൃഷ്ടിച്ചത്. അതിൽ ഒരുപാട് പാഠങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എന്താണ്, നമുക്ക് മനസ്സിലാകണമെങ്കിൽ സമയം പറയണമല്ലോ, അതിനൊരു സമയം പറഞ്ഞു. മറ്റൊന്ന്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സാവകാശം ചെയ്യണം. അതുകൊണ്ടാണ് വേഗതയിലൊന്നും ധൃതിയിലൊന്നും ചെയ്യരുത്. പിന്നെന്താണ്, അത്തഹാനി മിനല്ലാഹി വൽ അജ്ലതു മിനശ് ശൈത്താൻ എന്ന ഹദീസുണ്ട്. വേഗതയിൽ പെട്ടെന്ന് ധൃതി ആയി ചെയ്ത് തീർക്കരുത്, സാവകാശം ചെയ്താൽ മതി. കാരണം അള്ളാഹു ആകാശഭൂഗോളങ്ങൾ സൃഷ്ടിക്കാൻ തന്നെ 6 ദിവസം സാവകാശം എടുത്തുകൊണ്ടാണ് ചെയ്തത്. ഇവരിങ്ങനെ കണക്ക് പറഞ്ഞെന്നുള്ളൂ. അത് അള്ളാഹുവിന് പടക്കാൻ 6 ദിവസം വേണമെന്നോ 6 ദിവസം ഇല്ലാണ്ട് അള്ളാഹുവിന് പടക്കാൻ പറ്റൂലെന്നോ പടച്ചോടനെ അള്ളാഹു, ബൈബിളിൽ അങ്ങനെയൊക്കെയാണുള്ളത്. എന്താണ്, ദൈവം 1-ാം ദിവസം ഇത് പടച്ചു, 2-ാം ദിവസം ഇത് പടച്ചു, പിന്നെ 6-ാം ദിവസം ക്ഷീണിതനായിട്ട് അർശിലിരുന്നു. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ക്ഷീണമെന്നുള്ള പരിപാടിക്കൊന്നും അള്ളാഹുവില്ല. അപ്പം ഇത് ഒന്ന് സമയബന്ധിതമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരു സമയം അറിയിച്ചു എന്നുള്ളത്. അതിപ്പോൾ ഏത് സമയം ചോദിച്ചാലും എന്തേലും ചോദിക്കൂല. ഇപ്പോൾ 6 ദിവസം എന്ന് പറഞ്ഞു, ഇപ്പോൾ എന്തേലും ചോദിക്കുന്നത്, 10 ദിവസം ചോദിച്ചാൽ എന്ത്, 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്തേലും ചോദിക്കും, എന്താ 2 മണിക്കൂർ എന്നുള്ള ചോദിക്കും. അതിപ്പോൾ എന്തിനും ചോദ്യം വരും, സ്വാഭാവികം. ഒരു സമയം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അള്ളാഹുവിന് ഈ സമയം ഒന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സമയം പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്ന്, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാവകാശം ചെയ്യണം, പെട്ടെന്ന് ചെയ്ത് തീർക്കരുത്. വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആലോചിച്ച് എന്ത് ചെയ്യണം, പരസ്പരമുള്ള ആളുകളോട് മുഷാവറയൊക്കെ ചെയ്തിട്ട് വേണം ആ കാര്യം ചെയ്യുക എന്നൊരു പാഠത്തിന് വേണ്ടിയിട്ടുമാണ് എന്ന് തഫ്സീറുകളിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇസ്തവ അലൽ അർശിനിക്ക് അർശിൻ്റെ മേൽ ഇരുന്നു എന്നല്ല, പിന്നെയോ അർഷിൽ ആധിപത്യം സ്ഥാപിച്ചു. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിലും ആധിപത്യമുള്ളതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് അർഷ്, അതിലും അള്ളാഹുവിൻ്റെ ആധിപത്യം ഉണ്ട്. والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا
يسرفوا ولم يقتروا يقتروا. كان بين ذلك قواما. والذين إذا أنفقوا إذا വലിയ മദ് والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. حسبك حسبك أحسنت مبروك. നമ്മൾ ഈ 65-ാമത്തെ ആയത്തിൽ റബ്ബന അസ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ. അത് നമ്മൾ ദുആ ചെയ്യുന്നത് നല്ലതാണ്, ശരിയല്ലേ? നമ്മൾ ദുആയിലൊക്കെ ദുആയിൽ നമ്മൾ സാധാരണ ഉൾപ്പെടുത്താം. ഖുർആനിൽ ഒരുപാട് ദുആ ഉണ്ടല്ലോ. ഖുർആൻ ഉപയോഗിച്ച ദുആ നമ്മൾ അത് ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് വലിയ ഫലം ചെയ്യും. മറ്റൊന്ന് ഇജാബത്തിന് ഏറ്റവും കൂടുതൽ അടുത്തതുമാണ്. ഇജാബത്ത് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതലുമാണ് ഖുർആൻ ഉപയോഗിച്ച ദുആകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് എന്താണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകൾ ഇത്തരത്തിൽ ദുആ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും ആ അടിമകളുടെ കൂട്ടത്തിൽ പെടാൻ ഈ ദുആ ചെയ്താൽ മതി. റബ്ബന അസ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ. ചില ആൾക്കാർ അടുത്ത ആയത്തും കൂടി കൂട്ടിയിട്ട് പറയുന്നതാണ് ആ ദുആന്റെ ഭാഗം തന്നെ. അതും ആ ദുആന്റെ ഭാഗം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നരകം എന്നുള്ളത് എത്തിച്ചേരാൻ തീരെ മോശപ്പെട്ട സ്ഥലമാണെന്ന അർത്ഥത്തിലേക്കാണത്. നരകത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ മോശം പിടിച്ചൊരു സംഭവമാണ്. അപ്പം നരകത്തിൽ നിന്നും കാവൽ ചോദിക്കണം എന്നർത്ഥത്തിലേക്കാണത് ഉള്ളത്. നമ്മളിവിടെ എത്തി. നമ്മളെവിടെ എത്തി? സുന്നത്തായ കാര്യങ്ങൾ കൊടുക്കല് സുന്നത്തായ നമ്മൾ ആ വുളു മുറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അല്ലേ? അതെ 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 അതൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് ശേഷം പറഞ്ഞ എന്താണ്, മായുന്തവും മിൻഹുൽ വുളു, ചില കാര്യങ്ങൾ ചെയ്താൽ വുളു സുന്നത്താണ്. അതാ പറഞ്ഞത്. ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ വുളു എടുക്കൽ സുന്നത്താണ്. നമ്മളതിൽ കൊമ്പ് വെക്കുക, കുത്തി വെക്കുക, കപ്പിംഗ് തെറാപ്പി, നഖം വെട്ടുക, മീശ വെട്ടുക, അതുപോലെ തല മുണ്ടനം ചെയ്യുക, തല വടിക്കുക, ഛർദ്ദിക്കുക, മയ്യത്തിനെ ചുമക്കുക, മയ്യത്തിനെ സ്പർശിക്കുക, അതുപോലെ ഹുൻസയെ തൊടുക, അമ്രത് മീശയും താടിയും മീശ മുളക്കാത്ത ചെറിയ ആൺകുട്ടികളെ തൊടുക, ചെറിയ പെൺകുട്ടിയെ തൊടുക, വെള്ളപ്പാണ്ട് രോഗിയെ, കുഷ്ഠരോഗിയെ തൊടുക, കാഫിറിനെ തൊടുക, ഗുഹ്യരോമത്തിൽ സ്പർശിക്കുക, അതേമാതിരി വൃഷ്ണം സ്പർശിക്കുക, തൊടയുടെ തുടക്കം തൊടുക, ചന്തിയുടെ ഉൾഭാഗം തൊടുക, അതേമാതിരി മറ്റ് അന്യ സ്ത്രീയുടെ മുടി, രോമം, നഖം, പല്ല് അതൊക്കെ തൊടുക, അതേപോലെ അന്യ സ്ത്രീയിൽ നിന്നും വേർപെട്ട അവയവം തൊടുക, എന്താണ് ജീവിയുടെ, ജന്തുക്കളുടെ അല്ലെ, മൃഗങ്ങളുടെ ഗുഹ്യഭാഗം തൊടുക. അതേപോലെ എന്താണ് വികാരത്തോടു കൂടി നോക്കുക, അത് ഭാര്യയാണെങ്കിലും വൈകാരികതയോടുകൂടി നോക്കുക. അതേപോലെ വല്ല അശ്ലീലവും പറയുക, ദേഷ്യപ്പെടുക, അങ്ങനെ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കുക, ഇതൊക്കെ എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതിൽ മനസ്സിലാവാത്ത വാക്കുകളൊന്നുമില്ലല്ലോ. ചില കാര്യങ്ങൾ യുന്തവു മിൻഹുൽ വുളൂ, അക്കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. അല്ലേ? ഇനി ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വുളൂ ചെയ്യൽ സുന്നത്താണ്. ചില കാര്യങ്ങൾ നിർവഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വുളൂ ചെയ്യൽ സുന്നത്താണ്. അതാ പറയുന്നത്. ചില കാര്യങ്ങൾ, ചില കർമ്മങ്ങൾ യുസന്നു സുന്നത്താണ് ലഹു,
ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ അൽ വുളു സുന്നത്താണ്. എന്താണ്? യുസന്നിൽ വുളു സുന്നത്താണ്. ലി ഉമൂരിൻ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ വുളു സുന്നത്താണ്. ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ വുളു സുന്നത്താണ്. മിൻഹ അക്കാര്യങ്ങളിൽപ്പെട്ടതാണ്. മിൻഹ അക്കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്തായി? ഓക്കെ അല്ലേ? മിൻഹ മിൻഹ ആ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഖിറാഅത്തു ഖുർആൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു ചെയ്യൽ സുന്നത്താണ്. വരിവായത്തു ഹദീസ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുക, അല്ലെ ഹദീസ് ഉദ്ധരിക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6000 ചില്ലാനം അല്ല പിന്നെ 7000 ചില്ലാനം ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ ഹദീസ് എഴുതുമ്പോഴും വുളു ചെയ്യുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ട് മാത്രമാണ് ഓരോ ഹദീസും എഴുതി ചേർത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഹദീസ് മുഹദ്ദിസീങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അപ്പോൾ നമ്മൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യാനോ ഹദീസ് ഉദ്ധരിക്കാനോ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ എന്താണ്? സുന്നത്താണ്. അതേപോലെ വസമാഉഹുമാ ഈ വിശുദ്ധ ഖുർആനും ഹദീസും കേൾക്കുന്നതിനും വുളു ചെയ്യാൻ സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, എന്നാലും വുളു ചെയ്യൽ സുന്നത്താണ്. ഹദീസ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്നാലും വുളു ചെയ്യൽ സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത്, ഹദീസിൻ്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒക്കെ വുളു ചെയ്യൽ എന്താണ്? ഖുർആൻ്റെ ക്ലാസ്സിലും ഹദീസിൻ്റെ ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് വുളു ചെയ്യൽ സുന്നത്താണ് എന്നർത്ഥം. അതേപോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും, എന്ന് പറഞ്ഞാൽ ഒരു ദിക്ർ ഹൽഖയിൽ നമ്മളൊരുപാട് ദിക്ർ മജ്ലിസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ദിക്ർ ഹൽഖ, ദിക്ർ മജ്ലിസ്, അതിലൊക്കെ ജലാലിയ ദിക്ർ ഹൽഖ, അഹ്ദലിയ ദിക്ർ ഹൽഖ, അങ്ങനെ ഒരുപാട് ദിക്ർ ഹൽഖകൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ദിക്ർ അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വതഅല്ലുമു ഇൽമിൻ ശറഈൻ കണ്ട, വതഅല്ലുമു ഇൽമിൻ ശറഈൻ ശറഈയായ വിജ്ഞാനം പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. ശരിയല്ലേ? ശറഈയായ ഇൽമ്, നമ്മൾ ഫിഖ് ആവട്ടെ, ഹദീസാവട്ടെ, ഖുർആനാവട്ടെ, മറ്റേത് വിഷയങ്ങളുമാവട്ടെ, നഹ്വാകട്ടെ, സർഫാകട്ടെ, അതൊക്കെ അതിൽ പെട്ടു. കാരണം ശറഈയായ ഇൽമ് പഠിക്കാനുള്ള ടൂളുകളാണ് നഹ്വ്, സർഫൊക്കെ. അപ്പോൾ ശറഈയായ വിജ്ഞാനം പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വതഅലീമുഹു ശറഈയായ ഇൽമ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും, അപ്പോൾ മുതഅല്ലിമും വുളു ചെയ്യണം, മുഅല്ലിമും വുളു ചെയ്യണം, സുന്നത്താണ്. ശരീഅത്തുമായി കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. ശറഈ രണ്ടും ശറഅ തന്നെ. ശറഈയായ ഇൽമ് നമ്മൾ എന്താണ് പിന്നെ കർമ്മവുമായി ബന്ധപ്പെട്ടതും വിശ്വാസവുമായി ബന്ധപ്പെട്ടും രണ്ടും ശറഈ തന്നെ. ശറഈയായ ഇൽമിൽ രണ്ടും പെട്ടു. ശരിയല്ലേ? കർമ്മവുമായി ബന്ധപ്പെട്ട ഇസ്ലാം എന്ന കർമ്മശാസ്ത്രവും പെട്ടു, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈമാൻ എന്ന വിശ്വാസശാസ്ത്രവും പെട്ടു. രണ്ടും ഉൾപ്പെട്ടതാണ് ശറഈയായ ഇൽമ്. അതേപോലെ കിതാബത്തുഹു ശറഈയായ ഇൽമിനെ എഴുതാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വദുഖൂലു മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വസിയാറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു റസൂലുള്ളാഹി തങ്ങളെ മദീനയിൽ ചെന്നിട്ട് സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വകദാ അപ്രകാരം തന്നെ വുളു ചെയ്യൽ സുന്നത്താണ് സിയാറത്തു സായിരിൽ ഖുബൂർ മറ്റ് ഖബറുകളൊക്കെ സന്ദർശിക്കുന്ന സമയത്തും. അലാമ ഒരഭിപ്രായ പ്രകാരം ഖാല ബഅദുൽ ഉലമാ ചില പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായ പ്രകാരം എല്ലാ ഖബറുകൾ സന്ദർശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. പക്ഷേ അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. സുന്നത്തില്ല എന്നും പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് വുളു ചെയ്യൽ കട്ടായമായിട്ടും സുന്നത്താണ്. ഇനിയോ ഖുതുബത്തു ഗൈരിൽ ജുമുഅത്തി ജുമുഅയുടേതല്ലാത്ത പ്രഭാഷണം നടത്തുന്ന സമയത്തും വുളു ചെയ്യൽ സുന്നത്താണ്. മതപരമായ മതപ്രഭാഷണം, ജുമുഅയുടേതല്ലാത്ത ഖുതുബ, ജുമുഅയുടേതല്ലാത്ത സുന്നത്ത് മാത്രമാണ്. നിക്കാഹിന്റെ ഖുതുബയിൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ.
മനസ്സിലായില്ല? നമ്മുടെ ജുമാൻ്റെ ഖുത്തുബയിൽ വാജിബായി, ഖത്തീബിനിക്ക് വുളു ഉണ്ടാൽ നിർബന്ധമാണ്. അപ്പോൾ ജുമയുടേതല്ലാത്ത ഖുത്തുബ അവിടെയും വുളു ചെയ്യൽ സുന്നത്താണ്. വ നൗമുൻ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. രാത്രിയൊക്കെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് എല്ലാവരും അല്ലേ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്. കാരണം ആ വുളുവോടുകൂടി നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിൻ്റെ പ്രതിഫലവും നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴി എളുപ്പമാവുകയും ചെയ്യും. കാരണം നമുക്ക് അന്ന് ആ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണം എന്താണ്, നല്ലൊരു മരണമായിത്തീരും, എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു മരണമായിത്തീരും. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ വുളു ചെയ്യൽ സുന്നത്താണ്. കാരണം ഇത് അവസാനത്തെ ഉറക്കാണെന്ന് അറിയില്ലല്ലോ. പിന്നെയോ വാദാനുൻ, ബാങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വഗുസ്ലുൻ, കുളിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. കുളിക്ക് മുമ്പായിട്ട് പ്രത്യേകിച്ച് എന്താണ് ജനാബത്തിൻ്റെ കുളി, വലിയ കുളി മനസ്സിലായില്ലേ, അതാണ് പ്രത്യേകിച്ച്. പിന്നെ സുന്നത്തായ കുളിയാണെങ്കിലും, സുന്നത്തായ കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമായുടെ കുളി സുന്നത്തായ കുളിയാണ് അല്ലേ, പെരുന്നാളിൻ്റെ കുളി സുന്നത്തായ കുളിയാണ്, ശരീരത്തിൽ ഫുള്ള് മാലിന്യമായി കഴിഞ്ഞാൽ കുളിക്കുന്ന കുളി സുന്നത്തായ കുളിയാണ്. ആ കുളിക്ക് മുമ്പും അതേമാതിരി ജനാബത്തിൻ്റെ കുളി, വലിയ അശുദ്ധിയുടെ കുളി, ആ കുളിക്ക് മുമ്പൊക്കെ വുളു ചെയ്യൽ സുന്നത്താണ്. അതേപോലെ വഅക്ലു ജുനുബിൻ, ജനാബത്തുകാരൻ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ് അല്ലേ. ജനാബത്തുകാർക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, പട്ടിണി എടുക്കാൻ പറ്റും. അപ്പോൾ ജനാബത്തായി കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രോമങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല. ജനാബത്തുകാരനായി കുളിക്കുന്നതിന് മുമ്പായിട്ട് രോമങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ രോമങ്ങൾ ആഖിറത്തിൽ ജനാബത്തുകാരായിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല. പിന്നെ ജനാബത്തുകാരൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റും, പക്ഷേ ഒന്ന് വുളു ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ആ പ്രശ്നം നീങ്ങി കിട്ടും. ഇല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട്, ഒരു ബാരിയറുണ്ട്, ഒരു തടസ്സമുണ്ട്. ആ തടസ്സം നീങ്ങാൻ വുളു ചെയ്താൽ മതി, ഭക്ഷണം കഴിക്കാനുള്ള തടസ്സം. ആ ഭക്ഷണത്തിൽ രോമം നീക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് കൊഴിഞ്ഞു പോകുന്ന രോമങ്ങളാണ്, ഇപ്പം മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്ന രോമങ്ങളാണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എടുത്തു വെക്കണം, സൂക്ഷിച്ച് വെച്ചിട്ട് ജനാബത്തിൻ്റെ കുളിയോടൊപ്പം അതിൽ വെള്ളം നനക്കണം. നമ്മൾ ജനാബത്തിൻ്റെ വലിയ അശുദ്ധീൻ്റെ നിയത്ത് വെച്ച് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് വെള്ളം നനക്കുകയും എന്നിട്ടത് മറമാടുകയും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീക്കം ചെയ്യാനും പാടില്ല, കൊഴിഞ്ഞു പോയ മുടികൾ സൂക്ഷിക്കുകയും വേണം എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ കാണാത്തതിനെ കുറിച്ച് ചർച്ചയില്ല, നമുക്കൊന്നും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അറിയാത്തതിനെ കുറിച്ച് നമുക്ക് ഡിസ്കഷൻ ഇല്ല. വേറെ തന്നെ നീയത്ത് വെക്കണ്ട, വേണ്ട. അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി, ജനാബത്ത് സമയത്ത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ, അപ്പോൾ ആ നീയത്തിൽ തന്നെ പൊട്ടുപോയി. വെള്ളം കാണിച്ചാൽ മതി, നീയത്ത് വെച്ചതിന് ശേഷം വെള്ളം കാണിച്ച് അതിൻ്റെ അശുദ്ധി കൂടെ നീക്കണം. ആ രോമത്തിൻ്റെ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ അശുദ്ധിയാകുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലുണ്ടായ രോമത്തിൻ്റെ അശുദ്ധി നീക്കുക എന്ന പ്രോസസ്സാണത്. പിന്നെ ഇനി ഷുർബുഹു, അതേപോലെ ജനാബത്തുകാരൻ വെള്ളം കുടിക്കുന്ന സമയത്തും ജനാബത്തുകാരൻ എന്തെങ്കിലും കുടിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. എത്രത്തോളം പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആണെന്നറിയില്ല, എന്നാലും അത് ചെയ്യണം. എന്താണ് ജനാബത്തുകാരൻ വെള്ളം കുടിക്കുക, എന്ത് ഭക്ഷണം, ചെറിയ ഭക്ഷണമാണെങ്കിലും വെള്ളം കുടിക്കലാണെങ്കിലും വുളു ചെയ്യൽ സുന്നത്താണ്. അതേപോലെ ജനാബത്തുകാരൻ വീണ്ടും ഭാര്യയുമായിട്ട് ചേരാൻ നോക്കുന്ന സമയത്തും വുളു ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു, പിന്നെ ഭാര്യയുമായി ചേർന്നിട്ട് പിന്നെ ജനാബത്തുകാരനായി കഴിഞ്ഞാൽ വീണ്ടും കുളിക്കുന്നതിന് മുമ്പ് അവനിക്ക് ഭാര്യയുമായിട്ട് ചേരാൻ പറ്റുമോ? പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വുളു ചെയ്യൽ സുന്നത്താണ്. വുളു ചെയ്തില്ലെങ്കിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ നല്ലത് എന്താണ്, സുന്നത്തായത് വുളു ചെയ്തതിന് ശേഷം അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വീണ്ടും അവൻ ഭാര്യയോടൊപ്പം ചേരാം, കുളിക്കുന്നതിന് മുമ്പ് തന്നെ. മനസ്സിലായില്ല? ഇനിയോ വഹംലു മയ്യിത്തിൻ, മയ്യത്തിനെ ചുമക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് വുളു ചെയ്യൽ സുന്നത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മയ്യത്തിനെ ചുമന്ന് കഴിഞ്ഞാലും വുളു ചെയ്യൽ സുന്നത്താണ്, മയ്യത്തിനെ ചുമക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. അതേപോലെ വഹംലു കുതുബി തഫ്സീർ, തഫ്സീറിൻ്റെ കിതാബുകൾ ചുമക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. കാരണം തഫ്സീറിൻ്റെ കിതാബുകൾ എന്തുണ്ടാവും, ഖുർആൻ്റെ ആയത്തുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ കൂടുതൽ തഫ്സീർ ആയതുകൊണ്ട് തന്നെ വുളു നിർബന്ധമല്ല. നമ്മളൊരു കിതാബ് എടുക്കുന്നതിൽ കൂടുതൽ ഖുർആൻ ആണെങ്കിൽ വുളു നിർബന്ധമാണ്, ഖുർആൻ്റെ ഹുക്മിലേക്ക് പോകും. ഖുർആൻ്റെ അക്ഷരത്തേക്കാൾ കൂടുതൽ ഖുർആൻ അല്ലാത്ത എഴുത്താണെങ്കിൽ അത് ഖുർആൻ്റെ ഹുക്മിൽ നിന്ന് പുറത്താണ്. അപ്പോൾ വുളു ചെയ്യൽ നിർബന്ധമല്ല, വുളു സുന്നത്താണ്.
അതുകൊണ്ട് തഫ്സീറിൻ്റെ കിതാബുകൾ നമ്മൾ തഫ്സീർ അല്ലാത്ത പുസ്തകങ്ങളുടെ കൂടെ മുസ്ഹഫ് വെച്ചാല് അതിന് കിട്ടുമോ? ഇപ്പൊ ഒരു ബാഗില് മുസ്ഹഫും ഒരു 5-6 ബുക്കും ഉണ്ടെന്ന് വെച്ചാല് 5-6 ബുക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാനം എന്തിനായിരിക്കും? ഖുർആനിക്കായിരിക്കും. ബാക്കിയെല്ലാം കമ്പൈൻഡായ പുസ്തകങ്ങൾക്കായിരിക്കുമോ? ആ പുസ്തകങ്ങൾക്കായിരിക്കുമല്ലോ ഖുർആൻ്റെ പുസ്തകം. അപ്പം നമ്മൾ ചരക്ക് ഇത് മൊത്തത്തിൽ എന്താണ് കുറച്ച് ചരക്കുകളാണ് എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം, വഹിക്കാം, പ്രശ്നമില്ല. ശരിയില്ലേ? ഇതൊക്കെ ഒരു ഗുഡ്സാണ്, മത്താഴാണ് എന്ന രൂപത്തിൽ വഹിക്കാം. അത് ഫിഖ് ചർച്ച ചെയ്യുന്നുണ്ട്, ഫത്തുൽ മീനൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ബാഗ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെട്ടി എടുക്കുന്നുണ്ട്. ആ പെട്ടീൻ്റെ അകത്ത് ഖുർആനും അല്ലാത്തതൊക്കെ ഉണ്ട്. പിന്നെന്താണ് മൊത്തത്തിൽ പിന്നെ ഖുർആൻ മാത്രമാണ് എടുക്കുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട്, കൂടെ ഖുർആനും ഉണ്ട്, അത്രയേ ഉള്ളൂ. എങ്കിൽ പ്രശ്നമില്ല. പിന്നെയോ ഒരു ബുക്കും ഒരു ഖുർആനും ഉണ്ട് എങ്കിൽ വുളു നിർബന്ധമാണ്. കാരണം അവിടെ മെയിനായിട്ട് എന്താ ഉള്ളത്? ഖുർആനാണ് മെയിനായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വുളു നിർബന്ധമാവും. അവിടെ മെയിനാകുന്ന എന്ത് നോക്കിയിട്ടാണ് അവിടെ തീരുമാനമാക്കുന്നത്? കൂടുതലുള്ളത് എന്താണ്? കൂടുതലുള്ളത് ഖുർആനാണോ? വുളു നിർബന്ധമാണ്. കൂടുതലുള്ളത് ഖുർആനല്ലേ? വുളു പ്രശ്നമില്ല, സുന്നത്തേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വേറെന്താ? അതേപോലെ സഈ ചെയ്യുന്ന സമയത്തും വുളു ചെയ്യൽ സുന്നത്താണ്. സഈ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. തവാഫിന് നിർബന്ധമാണ് കേട്ടോ, അല്ലേ? തവാഫിന് നിർബന്ധമാണ് വുളു. സഈ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വഖൂഫുൻ ബിഅറഫ, അറഫയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. വറമ്യു ജിമാരിൻ, ജംറയിൽ കല്ലെറിയാൻ ഉദ്ദേശിക്കുമ്പോഴും സുന്നത്താണ്. ഇനിയോ വയത്തി വരും ഫീ ജമീഇ ദാലിക, ഇതെല്ലാത്തിലും വരും. വുളു വയത്തി വുളു വരും ഫീ ജമീഇ ദാലിക, ഇക്കാര്യങ്ങളിലൊക്കെ വുളു വരുന്നതാണ്. ബിനിയത്തിൻ മുഅ്തബിറ, എന്താണ് പരിഗണിക്കപ്പെടുന്ന നിയ്യത്ത് കൊണ്ട് വരുന്നതാണ്. പരിഗണിക്കപ്പെടുന്ന ഏതൊരു നിയ്യത്ത് വെച്ചാലും മതി, എന്തെന്നെ വെക്കണമെന്നില്ല. ഇപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്ന് വെക്കണമെന്നില്ല. പിന്നെയോ പരിഗണിക്കപ്പെടുന്ന നിയ്യത്ത് തന്നെ വെക്കണം. എന്ത്? നമ്മൾ അന്ന് നിയ്യത്ത് പറഞ്ഞല്ലോ, വുളുവിൻ്റെ നിയ്യത്തുകൾ എണ്ണി പറഞ്ഞല്ലോ. എന്താണ്? പിന്നെ വുളുവിൻ്റെ ഫർദിനെ വീട്ടുന്നു, വുളുവിൻ്റെ ഫർദിനെ പിന്നെ വീട്ടല്ല ഞാൻ കരുതുന്നു, വുളുവിൻ്റെ ഫർദിനെ വീട്ടുന്നു, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു, ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, നിസ്കാരത്തെ ഹലാലാക്കുന്നു, ഇങ്ങനെയുള്ള നിയ്യത്തുകളെ വെക്കാൻ പറ്റും. ഏതുപോലെ കറഫ്ഇൽ ഹദസി, ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നതുപോലെ, ഫർദിൽ വുളുഇ, വുളുവിൻ്റെ ഫർദിനെ വീട്ടുന്നു എന്നതുപോലെയുള്ള പരിഗണിക്കപ്പെടുന്ന നിയ്യത്ത് കൊണ്ടായിരിക്കണം ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വുളു ചെയ്യുന്നത്. മനസ്സിലായില്ല? ഇനിയോ അങ്ങനെ വരുമ്പോൾ ലാ തക്ഫീ, മതിയാവുകയില്ല. നിയ്യത്തു സബബ്, കാരണത്തിൻ്റെ നിയ്യത്ത് മതിയാവുകയില്ല. ഏതുപോലെ കൽ വുളൂഇ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വുളു ചെയ്യുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വുളു സുന്നത്താണ്, പക്ഷേ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ മതിയാവില്ല, ആ വുളു ശരിയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാല് അതെല്ലാത്തിനും മതിയാവോ? എല്ലാത്തിനും മതി, മതിയാവുന്നിട്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ വെക്കലുണ്ട്. എല്ലാത്തിനും മതി. കാരണം അത് പരിഗണിക്കപ്പെടുന്ന നിയ്യത്താണ്. നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്ത് കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ വുളു കൊണ്ട് എല്ലാം പറ്റുമല്ലോ. നിസ്കാരത്തിന് വേണ്ടി ചെയ്ത വുളു ആണെങ്കിൽ ആ വുളു കൊണ്ട് എങ്ങനെയാണ് ഈ ഇതിന്റെ ഇപ്പം പറഞ്ഞ ഉദാഹരണത്തിൽ എങ്ങനെയാണ് അത്? ഇത് സുന്നത്തായതുകൊണ്ടാണോ ഇത് സുന്നത്തായതുകൊണ്ട് ഇതിനൊന്നും വുളു നിർബന്ധമല്ലല്ലോ. വുളു എന്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടത്? വുളു ചെറിയ ശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ടും നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് വുളു എന്ന സംഭവം തന്നെ ശറഅക്കപ്പെട്ടത്. അപ്പം ഈ പറഞ്ഞ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് വുളു നിർബന്ധമല്ല. അപ്പം അതിനു വേണ്ടിയിട്ട് വുളു ചെയ്താൽ എന്താവൂല? ആ വുളു പരിഗണിക്കപ്പെടൂല. പരിഗണിക്കപ്പെടുന്ന നിയ്യത്തുകൾ തന്നെ വെക്കണം. എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് വുളു സുന്നത്താണ്, പക്ഷെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വുളു എടുക്കുന്നത് എന്ന നിയ്യത്ത് ശരിയല്ല. പക്ഷേ കുളിക്ക് പറ്റും കേട്ടോ, കുളി മനസ്സിലായില്ല, സുന്നത്തായ കുളി. നമ്മളിപ്പോൾ ജുമായുടെ സുന്നത്തിന് വേണ്ടി കുളിക്കുന്നു, അതാണ് ബി ഖിലാഫിൽ അഗ്സാലി, കുളികൾക്കെതിരായിട്ട്, അൽ മസ്നൂന സുന്നത്തായ കുളികൾക്കെതിരായിട്ട്. കാരണം ഇന്നഹാ, ഈ സുന്നത്തായ കുളികൾ തസിഹു, ആ കുളികൾ സഹീഹാണ് ബിനിയത്തി അസ്ബാബിഹ, അതിൻ്റെ കാരണങ്ങളുടെ നിയ്യത്ത് വെച്ചാൽ തന്നെ. എന്ന് പറഞ്ഞാൽ ജുമായുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു, പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് തന്നെ വെച്ചാൽ മതി. എന്തേനോ പിന്നെ ജനാബത്തിന് കുളി നിയ്യത്ത് വെക്കണമെന്നില്ല. ജനാബത്തായാൽ മാത്രമേ ജനാബത്തിന് നിയ്യത്ത് വെക്കാൻ പാടുള്ളൂ. പക്ഷേ വുളൂവിൻ്റെ അടുത്താണെങ്കിൽ
നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുതുക്കി വുളു ചെയ്യുന്നിടത്തും നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഒരാൾ പിന്നെ തജ്ദീദുൽ വുളു എന്നൊരു സംഭവം ഉണ്ടല്ലോ. വുളു ഉള്ള ഒരാൾക്ക് വീണ്ടും വുളു കൊടുക്കൽ സുന്നത്താണ്. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ളുഹർ നിസ്കരിച്ചു, ആ ളുഹർ നിസ്കരിച്ച ആ വുളു അങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ അസർ നിസ്കരിക്കുന്ന സമയത്ത് വുളു പുതുക്കൽ സുന്നത്താണ്. പുതുക്കുന്ന സമയത്ത് എന്താ നിയ്യത്ത് വെക്കേണ്ടത്? ഞാൻ പുതുക്കി വുളു ചെയ്യുന്നു എന്നാ? അല്ല, അവിടെയും അശുദ്ധിയെ ഉയർത്തുന്നു എന്നാണ് നിയ്യത്ത്. കാരണം അത് വുളു ആവണമെങ്കിൽ എന്ത് വരണം? പരിഗണിക്കപ്പെടുന്ന നിയ്യത്ത് വരണം. അത് എന്തിനു വേണ്ടിയിട്ടുള്ള വുളു ആണെങ്കിലും, അത് പുതുക്കുന്ന വുളു ആണെങ്കിലും സുന്നത്തായ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വുളു ആണെങ്കിലും വുളു ആവണം. ആണ് വുളുവിന്റെ ഫർദിനെ വീട്ടുന്നു, വുളു എന്ന ഫർദിനെ വീട്ടുന്നു, വുളുവിന്റെ ഫർദിനെ വീട്ടുന്നു ഒക്കെ പറയാം. അപ്പോൾ പരിഗണിക്കപ്പെടുന്ന നിയ്യത്തുകൾ തന്നെ വെക്കണം. അല്ലാത്ത നിയ്യത്ത് കൊണ്ടൊന്നും വുളു സഹീഹല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനിയോ നോക്ക്, ഇനി അടുത്തത് ചില കാര്യങ്ങൾ യഹ്റുമു, അക്കാര്യങ്ങൾ നിഷിദ്ധമാണ്. ബിൽ ഹദസിൽ അസ്ഗർ, ചെറിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, വുളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഹറാമായി തീരുന്നത്? പലപ്പോഴും നമുക്കത് സംശയങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്കതിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ പറ്റിപ്പോവാം. യഹ്റുമു, നിഷിദ്ധമാണ്. ബിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് അഥവാ വുളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിഷിദ്ധമാണ്. സിത്തത്തു ഉമൂരിൻ, 6 കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഒന്നാമത്തത് സ്വലാത്തുൻ, നിസ്കാരം നിഷിദ്ധമാണ്, നിസ്കരിക്കാൻ പറ്റില്ല, ഹറാമാണ്. രണ്ടാമത്തത് തവാഫ് നിഷിദ്ധമാണ്. മൂന്നാമത്തത് സുജൂദ് നിഷിദ്ധമാണ്. അത് തിലാവത്തിൻ്റെ സുജൂദാവട്ടെ, നിസ്കാരത്തിൻ്റെ സുജൂദാവട്ടെ, ഏത് സുജൂദാണെങ്കിലും ശരിയല്ലേ? സുജൂദ് എന്താണ്? നിഷിദ്ധമാണ്. അതേമാതിരി ഖുതുബത്തിൽ ജുമുഅ, നാലാമത്തെ കാര്യം എന്താ? ഖുതുബത്തിൽ ജുമുഅ, ജുമുഅയുടെ ഖുതുബയും നിഷിദ്ധമാണ്. വഹംലുൽ മുസ്ഹഫി, മുസ്ഹഫിനെ തൊടലും എന്താണ്? നിഷിദ്ധമാണ്. മുസ്ഹഫിനെ വഹിക്കുക, വഹംലു എന്ന് പറഞ്ഞാൽ മുസ്ഹഫിനെ വഹിക്കുക, ആ മുസ്ഹഫിനെ ചുമക്കലും നിഷിദ്ധമാണ്. വമസ്സുഹു, മുസ്ഹഫിനെ തൊടലും നിഷിദ്ധമാണ്. ഇതാണ് 6 കാര്യങ്ങൾ. നിസ്കാരം, തവാഫ്, സുജൂദ്, ഖുതുബ, പിന്നെ ജുമുഅയുടെ ഖുതുബ, മുസ്ഹഫിനെ ചുമക്കലും മുസ്ഹഫിനെ തൊടലും. ഈ 6 കാര്യങ്ങൾ വുളു ഇല്ലാത്തവനിക്ക് നിഷിദ്ധമാണ്, ഹറാമാണ്. അതിന് ഓരോന്നിനെന്തുണ്ട്? തെളിവുകളുണ്ട്. ഹദീസിൽ നിന്ന് തെളിവുകളുണ്ട്, ഖുർആനിൽ നിന്ന് തെളിവുകളുണ്ട്. അല്ലാഹു തആല പറയുന്നു, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, അല്ലേ എന്ന് ഖുർആനിലുണ്ട്. സൂറത്തുൽ വാഖയിലില്ലേ, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ലാ യമസ്സുഹു, ആ വിശുദ്ധ ഖുർആനെ സ്പർശിക്കരുത്, ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ എന്ന് ഖുർആനിലുള്ളത് കൊണ്ട് തന്നെ മുസ്ഹഫിനെ തൊടാൻ വുളു മസ്റ്റാണ് നടത്താൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുകയില്ല, സ്വലാത്ത അഹദിക്കും, നിങ്ങൾപ്പെട്ട ഒരാളുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. എപ്പോൾ? ഇദാ അഹ്ദസ, അവൻ അശുദ്ധിയായി കഴിഞ്ഞാൽ. ഏതുവരെ സ്വീകരിക്കുകയില്ല? ഹത്താ യതവല്ലാ, അവൻ വുളു ചെയ്യുന്നത് വരെ. നിങ്ങൾപ്പെട്ട ഒരാളുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എപ്പോൾ? അശുദ്ധിയായി കഴിഞ്ഞാൽ. ഏതുവരെ സ്വീകരിക്കൂല? വുളു ചെയ്യുന്നത് വരെ. അപ്പോൾ നിങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുളു ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ നിസ്കാരത്തിലേക്ക് വുളു അവിടെ നിന്ന് കിട്ടിയില്ല ഓരോന്നിനും. ഇനിയോ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ വുളു ചെയ്തിട്ടുണ്ട്. തവാഫി, എന്തിനു വേണ്ടിയിട്ട്? തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഫാദത്തിൻ്റെ തവാഫിന് വേണ്ടിയിട്ട് വുളു ചെയ്തിട്ടുണ്ട്. വഖാല, എന്നിട്ട് പറഞ്ഞു, ലിതഖുദൂ അന്നി മനാസികക്കും, ഇങ്ങനെ ഞാൻ വുളു ചെയ്തത് ലിതഖുദൂ, നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അന്നി, എന്നിൽ നിന്നും, മനാസികക്കും, നിങ്ങളുടെ കർമ്മങ്ങളുടെ രൂപം. ശരിയല്ലേ? നിങ്ങളുടെ പിന്നെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, ഹജ്ജിലെയും ഉംറയെയും കുറിച്ചാണ് നുസ്ക് എന്ന് പറയുന്നത്. ഹജ്ജ്, ഉംറ, അതിലെ കർമ്മങ്ങളിലെ രൂപം നിങ്ങൾ എന്നിൽ നിന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വുളു ചെയ്ത് നിങ്ങൾ കാണിച്ചു തന്നതെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അപ്പോൾ യഥാവിധി എങ്ങനെയാണ് ആ കർമ്മം നിർവഹിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വുളു ചെയ്തത്. മനസ്സിലായില്ലേ? ഇനിയോ വക്കൽ മുസ്ഹഫി, മുസ്ഹഫ് പോലെ തന്നെയാണ്. കഴിഞ്ഞു. വക്കൽ മുസ്ഹഫി, മുസ്ഹഫ് പോലെ തന്നെയാണ്. മാ കുത്തിബ ഫീഹി ഖുർആൻ, മാ
ഒരു വസ്തു കുത്തിബ ഫീ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഖുർആൻ എഴുതപ്പെട്ട വസ്തുവും മുസ്ഹഫ് പോലെ തന്നെയാണ്. മുസ്ഹഫായിട്ട് പ്രിൻ്റ് ചെയ്തത് മുസ്ഹഫിൻ്റെ ഹുക്കുമാണ്, തൊടാൻ പാടില്ല, വയ്ക്കാൻ പാടില്ല. ഇനി ഏതൊരു വസ്തുവിൻ്റെ മേലിൽ ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതും ഖുർആൻ്റെ ഹുക്കുമിലാണ്. എന്ന് പറഞ്ഞാൽ അതിനെ തൊടാനും ചുമക്കാനും വുളു വേണം എന്നർത്ഥം. ലാക്കിന്നെ എങ്കിലും അൽ മുസ്ഹഫ യഹ്റുമു ഹംലുഹു വമസ്സുഹു മുത്ലഖാ. ലാക്കിന്നെ എങ്കിലും അൽ മുസ്ഹഫ മുസ്ഹഫ് എന്നുള്ളത് യഹ്റുമു ഹംലുഹു അതിനെ ചുമക്കൽ നിഷിദ്ധമാണ്, വമസ്സുഹു അതിനെ തൊടലും നിഷിദ്ധമാണ്, മുത്ലഖ നിരുപാധികം അതിനെ തൊടലും ചുമക്കലും. എന്ന് പറഞ്ഞാൽ എന്ത് പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ബറക്കത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും മുസ്ഹഫിനെ തൊടലും ചുമക്കൽ എന്താണ്? നിഷിദ്ധമാണ്. അത് നിരുപാധികം എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മുസ്ഹഫിനെ തൊടലും ചുമക്കലും നിഷിദ്ധമാണ്. വഗൈറുഹു മുസ്ഹഫ് അല്ലാത്ത മുസ്ഹഫായിട്ട് പ്രിൻ്റ് ചെയ്തതല്ല, പിന്നെയോ ഏതൊരു കടലാസിൽ ഖുർആൻ എഴുതിയിട്ടുണ്ട് എങ്കിൽ വഗൈറു അതല്ലാത്തത് കാലിഗ്രഫി ആയിട്ടൊക്കെ എഴുതാറുണ്ടല്ലോ, പല രൂപത്തിലും കൊത്തുപണിയായിട്ടും കാലിഗ്രഫി ആയിട്ടൊക്കെ വീട്ടിൽ തൂക്കാനും പള്ളിയിൽ തൂക്കാനൊക്കെ എഴുതാറുണ്ട്. വഗൈറുഹു മുസ്ഹഫ് അല്ലാത്തത് ഇൻ കുത്തിബ പിന്നെ ആ ഖുർആൻ എഴുതപ്പെട്ടത് അതിൽ ഖുർആൻ എഴുതപ്പെട്ടത് ലിദ്ദിറാസത്തി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഔ അല്ലെങ്കിൽ പിന്നെ അവിൽ ഖിറാഅത്തി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ ആണ് എന്ത് ചെയ്തത്? ഖുർആൻ എഴുതപ്പെട്ടതെങ്കിൽ ഫയഹ്റും അതിന് തൊടലും ചുമക്കലും ഹറാമാണ്. വൈൻ കുത്തിബ ഇനി ആ ഖുർആൻ എഴുതപ്പെട്ടത് ലി തബറുക്കി ബർക്കത്തിന് വേണ്ടിയിട്ടാണ്, കാലിഗ്രഫി ആയിട്ട് പരയിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ്, പള്ളിയിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അത് വായിക്കാനും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ബർക്കത്തിന് വേണ്ടിയിട്ട് തബറുക്കിന് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടതെങ്കിൽ ഫലാ അതിനെ ചുമക്കലും തൊടലും നിഷിദ്ധമല്ല. കാരണം അത് ഖുർആൻ്റെ ഹുക്കുമിലല്ല. ഖുർആൻ എന്നുള്ളത് ഓതാൻ വേണ്ടിയിട്ടാണുള്ളതാണ്. അപ്പോൾ ഇത് ഓതാൻ വേണ്ടിയിട്ടല്ല ഇതുണ്ടാക്കിയിട്ടുള്ളത്, ഇത് തൂക്കാൻ വേണ്ടിയിട്ടാണ്, ബർക്കത്തിന് വേണ്ടിയിട്ടാണ്, ചന്തത്തിന് വേണ്ടിയിട്ടാണ്, അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വുളു വേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ആ എഴുതുന്ന സമയത്ത് എന്താണോ എഴുതുന്നവൻ്റെ കരുത്ത് അതിനനുസരിച്ച് അതിന് ഹുക്കും വരും. ആ എഴുതുന്ന സമയത്ത് എഴുതുന്നവൻ്റെ കരുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഖുർആൻ എന്ന കരുത്തോട് കൂടിയിട്ടാണെങ്കിൽ നിഷിദ്ധമാവും, തൊടൽ ഹറാമാണ്. ഈ എഴുതുന്ന സമയത്തുള്ള ഉദ്ദേശം ഇത് കാലിഗ്രഫി തൂക്കാൻ വേണ്ടിയിട്ടാണ്, ചന്തത്തിന് വേണ്ടിയിട്ടാണ്, അലങ്കാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പ്രശ്നമില്ല. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസ്ക് നിങ്ങളുടെ ഹജ്ജ് ഉംറയിലെ ആരാധന കർമ്മങ്ങൾ എന്നർത്ഥം. മനാസിക് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉംറയിലെ ആരാധന കർമ്മങ്ങളെ കുറിച്ചാണ് മനാസിക് നുസ്ക് എന്ന് പറയുന്നത്. റൌഫ്ക്ക് എവിടെ നിന്നാണ് കിതാബ് വാങ്ങിയത്? ഖുലാസ നാട്ടിന്നാ? അയ്യവാ സെറ്റ്, നല്ലത്. കിതാബ് കയ്യിലുണ്ടാവൽ നല്ലതാണ്. ഷാനിദ് ഖാൻ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടിരിക്കുക. 100 രൂപ 120 റുപ്യ ആയിട്ടേ ഉള്ളൂ. എത്ര റുപ്യ അത്? 300 ഇല്ലപ്പാ, അതിപ്പോൾ കൂടിയാന്നറിയില്ല. നമ്മളുടെ സമയത്ത് 150 അങ്ങനെ 150 ആറ്റം. അത് കുറച്ചും കൂടെ പിന്നെ നല്ല ചട്ടയൊക്കെ ആയിട്ടുള്ള സംഭവമായിരിക്കും അല്ലേ? കുറച്ച് കാണാൻ നല്ല ഗംഭീരം ഉണ്ടാവും. അപ്പോൾ ഒരു 300 രൂപ കൊടുത്താലും മോശമില്ല, നഷ്ടമില്ല. സാധാ സിമ്പിളായിട്ട് മുത്താലിങ്ങൾക്ക് വേണ്ടി ഇറക്കലുണ്ട്, അതിന് 150 റുപ്യ ആറ്റേ ഉള്ളൂ. പിന്നെ വായിച്ചു നോക്കൂ. കിതാബത്തുഹു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഉസ്താദ്, ഇൽമു ശറഈനു വ തഅലീമുഹു വ കിതാബത്തുഹു. അങ്ങനെ അത് കിതാബത്തുഹു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശറഈ ഇൽമു എഴുതുക.
നമ്മൾ ക്ലാസ്സിലേക്ക് നോട്ട് ചെയ്ത്. പുതിയ കാലത്ത് പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കിതാബ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പ്രസ്സുകാരന്, ഓന് ഉളു ചെയ്യൽ സുന്നത്താണ്. ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ശറഈ ഇൽമ്, ഉളു ചെയ്യൽ സുന്നത്താണ്. പുതിയ കാലത്തുള്ള കയ്യിൽ പോവും. പിന്നെ സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ സംശയങ്ങളെ ചോദിക്കാം കേട്ടോ, വാട്സപ്പിൽ ചോദിച്ചാൽ നല്ലത്. നമ്മളിത് അതിന് ശേഷം ഇതിൻ്റെ റെക്കോർഡിങ് കേട്ടിട്ടോ അല്ലെങ്കിൽ കിതാബ് ഓതുന്ന സമയത്ത് ഫ്രീ ഉള്ള സമയത്തൊന്ന് വായിച്ച് നോക്കുമ്പോൾ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമുക്കൊരു എന്താണ് വിജ്ഞാന മാധ്യമമാക്കാം. അതിനിപ്പോൾ തടസ്സമൊന്നുമില്ലല്ലോ, ഫ്രീ ഉള്ള സമയത്ത് പ്രതികരിക്കാമല്ലോ.